ദിലീപ് അനുകൂലികൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. രാഹുൽ ഈശ്വർ ദിലീപ് അനുകൂലിയായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. രാഹുൽ ഈശ്വർ, ഇപ്പോൾ നമ്മൾ രാവിലെയും ഈ വാർത്തയിൽ ഈ വെളിപ്പെടുത്തലിന്റെ ഘട്ടത്തിൽ നമ്മൾ പ്രതികരിച്ചിരുന്നതാണ്. ഇതിപ്പോൾ നോക്കൂ, ഈ പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച കേസാണ്. വിചാരണ പൂർത്തിയാക്കി അതിന്റെ അന്തിമവാദത്തിലേക്ക് കടന്ന് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്ന കേസാണ്. ഈ ഘട്ടത്തിലാണ് പൾസർ സുനി ഞാൻ ഈ നടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നും അതിന് തനിക്ക് പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് എന്നും ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്. ഇത് ഈ കേസിൽ ഒരു തരത്തിലും പ്രതിഫലിക്കില്ല എന്ന് താങ്കൾ എങ്ങനെ വാദിക്കും? ഒരിക്കലുമില്ല. ഈ കേസിൽ എങ്ങനെങ്കിലും പ്രതിഫലിക്കാനും വരുന്ന ഏപ്രിൽ 11 ക്ഷമിക്കണം, ഈ മാസത്തിനുള്ളിൽ കേസ് തീർക്കാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ വീണ്ടും എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പൾസർ സുനി ശ്രമിക്കുന്നതാണോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അതായത് കേസിന്റെ അവസാന ഘട്ടമാണ്, ലാസ്റ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും മൊഴി അല്ലെങ്കിൽ എല്ലാവരുടെയും വാദം കേൾക്കുന്നു, അവസാനം കോടതി വിധി വരാൻ പോകുന്നു. അപ്പൊ എന്തായാലും ഈ കേസിൽ ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലാത്ത അവസരത്തിൽ പൾസർ സുനിയും ദിലീപിനെ എതിർക്കുന്ന ചില ആൾക്കാരും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? കാരണം കഴിഞ്ഞ തവണ നാടകം കളിച്ചത് ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ്. 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അന്വേഷണത്തിന് കഴിഞ്ഞ തവണ കേരള പോലീസിലെ ചിലർ, എല്ലാവരും അല്ല, ചിലർ നാടകം കളിച്ചിരുന്നു. സ്മൃതിജിക്ക് ശ്രദ്ധയില്ലേ? സ്മൃതിജിക്ക് പോലും ഒരു കൺസേൺ ഇല്ല കേരള പോലീസിനെ കുറിച്ച്. ആ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇവിടെ ഒരുത്തനും മൈൻഡ് പോലും ചെയ്യുന്നില്ല. 4 കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ച കേസ് പുരോഗമിക്കുന്നേ ഇല്ല. അതെന്താണെന്നറിയില്ല. പോലീസുകാരുടെ ജീവന് നമ്മുടെ കേരള പോലീസുകാർ വില കൊടുക്കാത്തോണ്ടോന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി 2-3 കാര്യം സൂചിപ്പിക്കാം. 2014 രാഹുൽ, താങ്കൾ ഈ ഏപ്രിൽ 11 എന്ന തീയതി പറയുന്നത് എന്തുകൊണ്ടാണ്? ഏപ്രിൽ 11 കേസിലങ്ങ് പൂർണ്ണ തീരുമാനം വരുമെന്ന് താങ്കൾ ഏത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ലല്ല, 2025 ജനുവരി 23 പ്രതിഭാഗം വാദം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതിഭാഗം വാദം പെട്ടെന്ന് തീർക്കണമെന്നും എത്ര എളുപ്പം ഈ മാസത്തിനുള്ളിൽ കേസ് അവസാനിപ്പിക്കണമെന്നും 3 ദിവസം മുമ്പ് ഒരു വാർത്ത, 3-4 ദിവസം മുമ്പ് ഒരു വാർത്തയും മറ്റും വന്നിരുന്നു. അപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ കേസ് അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും കേസിൽ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതാണോ എന്ന് ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇനി പെട്ടെന്ന് എനിക്ക് 1 മിനിറ്റിൽ 2-3 കാര്യം സൂചിപ്പിക്കാൻ. 2014-2015 ശ്രീ ദിലീപും ശ്രീ മഞ്ജു വാര്യരും ഡിവോഴ്സ് ചെയ്യുന്നത്. അതിന് പ്രതികാരം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണോ? അതായത് 2014-15 അതിന് മുമ്പേ അവർ കുറച്ചൊക്കെ സെപ്പറേറ്റഡ് ആണ്, വേണ്ട, കോടതിയുടെ കണക്കെടുത്താൽ മതി. 2014 ജോയിന്റ് പെറ്റീഷൻ കൊടുക്കുന്നത്. 2015 അവർ ഡിവോഴ്സിന് കോടതി സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ 2019 4 വർഷത്തിന് ശേഷം പ്രതികാരം ചെയ്തു നമ്മൾ വിശ്വസിക്കണോ? 1. 2016 ശ്രീ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. 2018 മഹാലക്ഷ്മി, ശ്രീ ദിലീപിന്റെ രണ്ടാമത്തെ, കാവ്യ മാധവന്റെ കുട്ടി ജനിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പോകുന്ന ഇവർ 5 വർഷം മുമ്പ് നടന്ന കാര്യത്തിന് മേൽ അതിജീവിതയോട് 2019 ഇങ്ങനെ ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി ഏറ്റവും പ്രധാന കാര്യം, ഇനി ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാമല്ലോ. പെട്ടെന്നാണ് ദിലീപിന് 2017 ഫെബ്രുവരി 17 നടന്ന സംഭവമാണ്, 2019 അല്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് 2018, ക്ഷമിക്കണം, 2018 ദിലീപിന്റെ കുട്ടി ഉണ്ടായി എന്നാണ് പറഞ്ഞതിൽ മാറിപ്പോയത്. 2018 ശ്രീ ദിലീപിന്റെ കുട്ടി ഉണ്ടാവും. ഇനി ഫെബ്രുവരി 17, 2017 ഈ സംഭവം അതിജീവിതയുടെ അറ്റാക്ക് ഉണ്ടാകുന്നത് പറയുന്നത്. ഈ ശ്രീ ദിലീപ് അതിന് ശേഷം 70 ലക്ഷം രൂപ പൾസർ സുനിക്ക് നൽകിയെന്നാണ് പൾസർ സുനിയുടെ അവകാശവാദം. 80 ലക്ഷം രൂപ തരാനുണ്ട്, 70 ലക്ഷം രൂപ നൽകി. ഈ 70 ലക്ഷം രൂപ എങ്ങനെ? ഒരു മെറ്റീരിയൽ എവിഡൻസ് അല്ലേ? അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ ഇതെങ്ങനെയാ നമുക്ക് തെളിയിക്കാൻ? അതൊക്കെ അന്വേഷിക്കണമെന്നേ, അതിലേക്ക് ഒരു പുതിയ അന്വേഷണം വേണമോ എന്നുള്ളതാണ്. അതിനോട് രാഹുൽ യോജിക്കുന്നു. കാരണം ഘട്ടം ഘട്ടമായിട്ടാണ് തനിക്ക് പണം നൽകിയത്. വാഗ്ദാനം ചെയ്ത 1.5 കോടി കിട്ടിയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. ഒരു തവണ മതി, അല്ലല്ല, ഒരു തവണ മതി. ഘട്ടം ഘട്ടമായിട്ടൊന്നും വേണ്ട. 1 രൂപയെങ്കിലും കൊടുത്തെന്ന് തെളിയിച്ചാൽ മതിയല്ലോ. 1 രൂപയെങ്കിലും കൊടുത്തു തെളിയിച്ചാൽ മതി. ഇപ്പം സ്മൃതിജി പറഞ്ഞ വാദം ഉന്നയിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു സംശയം. അതായത് ഈ കേസ് തീരരുത് പെട്ടെന്ന്. അതായത് കുസുമ മാഡത്തിലൊക്കെ പോക്കോട്ടെ, മാഡത്തിന്റെ ഒക്കെ നറേറ്റീവിനെ ബഹുമാനിക്കുന്നു, പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, കേസ് തീരാനാണെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ദിലീപ് ഹർജി കൊടുത്തത്. അങ്ങനെ പറയരുത്. ഇതിപ്പോൾ അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയ ദിലീപ് അല്ലേ? അല്ല, ആയിക്കോട്ടെ, അതാ പറഞ്ഞത്. കേസിന്റെ എന്തായാലും അവസാനത്തിലേക്ക് എത്തുകയാണല്ലോ. സുപ്രീം കോടതി കഴിഞ്ഞ വർഷം തീർക്കണമെന്ന ടൈം ലൈൻ കൊടുത്തിരുന്നു. പിന്നീട് അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കി. എന്തായാലും ഈ 2 മാസത്തിനുള്ളിൽ വിധി വരുമെന്നാണല്ലോ കേസ് വൈകിച്ചതാരാണ് രാഹുൽ? അല്ല, അല്ലല്ല, ആരും കേസ് വൈകിച്ചതല്ല. 2 പേരും അവരുടെ അവകാശങ്ങൾ വിനിയോഗിച്ചു. ആരാണ് ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞത്?
മാറ്റിയ ജഡ്ജി ശരിയല്ല. ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞത് അതിജീവിതയുടെ അനുഭവം കൊണ്ട് ജഡ്ജിയുടെ നിലപാട് പ്രതിക്ക് അനുകൂലമാണെന്ന സംശയം തോന്നിയത് കൊണ്ട്, പല ഘട്ടങ്ങളായി തോന്നലുണ്ടായത് കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിലീപിന് നാളെ അനുകൂലമല്ല ജഡ്ജി എന്ന ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞാണോ ദിലീപ് പോകുന്നത്? സാധാരണക്കാർക്ക് ഇന്റൻഷൻ പറയാം. ഒരു വരിയെ ഞാൻ എടുക്കും. ഒരു വരി സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ എന്താണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിൽ ദിലീപിനെതിരെ ഒരു തെളിവുമില്ല. ദിലീപിന്റെ ഫോണുകൾ ഹാജരാക്കാൻ കോടതി എങ്ങനെയാണ് ആവശ്യപ്പെട്ടതെന്നൊക്കെ കേരളം കണ്ടതല്ലേ രാഹുൽ ഈശ്വർ? അന്നും നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ്. ആ ഫോണൊന്ന് കൊടുത്തുകൂടെ, ഒന്ന് പരിശോധനയ്ക്ക് കൊടുത്തുകൂടെ എന്ന് അഭ്യർത്ഥിക്കുന്നത് കണ്ടതല്ലേ കോടതി? സ്മൃതിജിയുടെ ചുമ്മാ നാട്ടുകാരെ, സ്മൃതിജി അല്ല പോലീസുകാർ പറ്റിക്കാൻ വേണ്ടി പണ്ടത്തെ ഫോൺ കൊണ്ടുപോവാ, അന്നത്തെ ഫോൺ കൊണ്ടുപോവാ. ശ്രീ ദിലീപ് കൊടുത്തല്ലോ, കോടതി സാറ്റിസ്ഫൈഡ് ആയില്ലേ? അങ്ങനല്ലേ ശ്രീ ദിലീപിന് ജാമ്യം കൊടുത്തത്? എന്നിട്ട് ദിലീപ് എത്ര ദിവസങ്ങൾക്ക് ശേഷം കൊടുത്തു? എങ്ങനെ കൊടുത്തു? ഫോർമാറ്റ് ചെയ്തിട്ടതിന് ശേഷമല്ലേ കൊടുത്തത്? ഫോണല്ലേ ശ്രീ ദിലീപ് അല്ല. ഇനി രണ്ട്, അവര് എന്ത് റിക്കവർ ചെയ്തു? ഇതുവരെ ശ്രീ ദിലീപിനെതിരെ എന്തെങ്കിലും ഒരു എവിഡൻസ് പൊതുസമൂഹത്തിന് ഫ്രണ്ടിലുണ്ടോ, കോടതിയിലുണ്ടോ നമുക്കറിയില്ല. പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമാ ലോകത്തിലുള്ള അദ്ദേഹത്തിന്റെ നില. പൊതുസമൂഹം എങ്ങനെ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. എന്ത് നില? ശ്രീ ദിലീപ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിലും അഭിനേതാക്കളിലും ഒന്നാണ്. ശ്രീ ദിലീപിനെ മനഃപൂർവ്വം വേട്ടയാടാൻ, ദിലീപിനോട് അസൂയുള്ളവർ ഒരു തിരക്കഥ ഉണ്ടാക്കി ദിലീപിനെ പരമാവധി താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. ശ്രീ ദിലീപ് കേസിൽ നിന്ന് മുക്തനായി ഫൈനൽ ഘട്ടത്തിലേക്ക് വരുന്നു. രാഹുൽ ഈശ്വർ, ദിലീപിനെ താറടിച്ച് കാണിക്കാൻ ഒരു സ്ത്രീ അവരുടെ ജീവിതം കൊണ്ട് കളിക്കുന്നു അല്ലേ? ആര് വിശ്വസിക്കും ഇതൊക്കെ? സ്ത്രീയാണ് മാഡം, ഏത് സ്ത്രീയാണ്? പൾസർ സുനിയല്ലേ പറഞ്ഞത്? ഇവിടെ അതിജീവിത ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതിജീവിത എന്ന കേരളീയർക്കെല്ലാം ഉള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെതിരെ കരിവാരി തേക്കുന്നതും കരുനീക്കുന്നതും മറ്റുള്ളവരാണ്. അതിജീവിതയോട് എല്ലാവർക്കും ഇഷ്ടമാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്. ഇത് ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് നമ്മുടെ ഇന്നത്തെ വാർത്ത. രാഹുൽ, ആരാ വെളിപ്പെടുത്തൽ? ഏത് വെളിപ്പെടുത്തൽ? ഇത് വെറും പെടുത്തലാണ്. ഇത് വെളിപ്പെടുത്തൽ എന്നൊന്നും പറയണ്ട, ഇത് വെറും പെടുത്തൽ. ഒരു പക്ഷേ പൾസർ സുനി റോഷിപാലിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് കാണും. അതായത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് താൻ എന്തായാലും ഈ കേസിനകത്ത് പോകുമെന്നറിയാം. കാര്യം പൾസർ സുനി അതിജീവിത കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെങ്കിലും ദിലീപിനെയും കൂടെ വലിച്ചിട്ട് കേസ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചോട്ടെ. ഇനി ഒറ്റ വരി മാത്രം പറയാം. ഇടയ്ക്ക് എത്ര കാലം നമ്മൾ മാഡമാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. കാവ്യ മാധവനെ താങ്കളുടെ എല്ലാ സമയത്തെയും ഒരു വാദമാണ് മാഡത്തിലേക്ക് എത്തിയിട്ടില്ലായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും കിട്ടിയിട്ടില്ല രാഹുൽ ഈശ്വർ. ആ മൊബൈൽ ഫോൺ തന്റെ പക്കലുണ്ട് എന്ന് ഇപ്പോൾ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പൾസർ സുനി പറയുകയാണ്, എന്റെ പക്കലുണ്ട് ഫോൺ എന്നുള്ളത്. ഇനി അല്ല, പോലീസ് എന്ത് ചെയ്യായിരുന്നു? പോലീസ് പലതും ചെയ്തിട്ടുണ്ട്, പോലീസിനെയും പലതും ചെയ്തിട്ടുണ്ട്. ഇവിടെ അന്വേഷണ സംഘത്തലവൻ ബൈജു പൗലോസിനെ 109 ദിവസമാണ് വിസ്തരിച്ചത്. അതിൽ 87 ദിവസവും ബൈജു പൗലോസിനെ വിസ്തരിച്ചത് പ്രതിഭാഗം അഭിഭാഷകരാണ്. ഇല്ല, നാൾ വഴികളൊന്നും ആലോചിക്കണമല്ലോ. ബാലചന്ദ്രകുമാർ ഇന്ന് ഈ ഭൂമിയിലില്ല. അദ്ദേഹമാണല്ലോ രണ്ടാമത് വെളിപ്പെടുത്തൽ നടത്തിയത്. 49 ദിവസമാണ് അദ്ദേഹത്തെ വിസ്തരിച്ചത്. അതിജീവിതയെ 17 ദിവസമാണ് വിസ്തരിച്ചത്. വേണ്ടേ? അതൊന്നും വേണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണ്ടേ? അദ്ദേഹം ആരോപണം ഉന്നയിച്ചതല്ലേ? ഇനി രണ്ട് പ്രധാനപ്പെട്ട, ഒരുപക്ഷെ റിപ്പോർട്ടർ ടി വി വ്യക്തമാക്കേണ്ട കാര്യം, ഫെബ്രുവരി 17 അതിജീവിതയോട് പൾസർ സുനി താൻ എന്താ ചെയ്യുക എന്ന് വിശദീകരിച്ചു എന്നൊരു വാക്ക് റിപ്പോർട്ടർ ടി വി കൊടുപ്പുണ്ട്. അന്ന് ദിലീപിന്റെ കാര്യം അതിജീവിതയോട് പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെ പ്രധാനമാണ്. കാര്യം ഫെബ്രുവരി 19 2017 ഫെബ്രുവരി 19 ശ്രീ ദിലീപും ശ്രീമതി മഞ്ജു വാര്യരും അടക്കമുള്ള സിനിമാക്കാരുടെ യോഗം നടന്നത്. ഫെബ്രുവരി 17 തന്നെ അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു ഇത് ശ്രീ ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന്. കാര്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അതിജീവിതയോട് വിശദീകരിച്ചു എന്നാണ് റിപ്പോർട്ടർ ടി വിയിൽ ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അന്ന് തന്നെ ദിലീപിനെ കുറിച്ച് അറിയാമായിരുന്നു. കാരണം ശ്രീ ദിലീപിനെ പിന്നീട് ഏപ്രിൽ 18 അടുപ്പിച്ചാണ്, പിന്നീട് ജൂൺ 24 അടക്കമുള്ള തീയതികളിലാണ് പിന്നീട് ശ്രീ ദിലീപിലേക്ക് വരുന്നത്. ഫെബ്രുവരി 26 നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോൺസ്പിറസി ഒന്നും ഇല്ലാന്ന്. അപ്പൊ ഫെബ്രുവരി 17 2017 തൊട്ട് ഈ 9 ദിവസം മുഖ്യമന്ത്രി കോൺസ്പിറസി ഒന്നും ഇല്ലാന്ന് പറയുന്നത് വരെ ശ്രീ ദിലീപ് ഇതിന് പുറകിലുണ്ടായിരുന്നു എന്ന് അതിജീവിത അറിഞ്ഞിട്ട് മറച്ചു വെച്ചതാണോ? എനിക്കറിയില്ല. ശ്രീ റോഷിവാലിന് തന്നെ ഒരു പക്ഷേ അത് വ്യക്തമാക്കാം. ഇനി താൻ ചെയ്യുന്നത് ദിലീപിന് വേണ്ടിയാണെന്ന് പറഞ്ഞു എന്നറിയില്ല. അപ്പൊ ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ 70 ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു? എവിടെ വെച്ച് കൊടുത്തു? ആര് കൊടുത്തു? കൊടുത്തത് ഡിജിറ്റൽ ആയിട്ടാണോ? കൊടുത്തത് കാശ് ആയിട്ടാണോ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ 1 രൂപ കൈമാറി എന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ കേസ് മാറി. ഇല്ലെങ്കിൽ ഇത് വീണ്ടും കഥയുണ്ടാക്കലാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. വലിയ ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ ദീദി ദാമോദറിലേക്കും
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.